അവന്മാര് പറയുന്ന ഭാഷ കേട്ടാൽ നമുക്ക് തന്നെ നാണക്കേട് വരും. ആ രീതിയിലുള്ള ഭാഷ അവന്മാര് പറയുന്നത്. അവരെ നമ്മൾ ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ അവരെ വൈഫിനെ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല. സത്യത്തിൽ വനിതാ സെല്ലി വന്ന് കാണുമ്പോഴാണ് അതാണ് സോളമന്റെ വൈഫ് എന്ന് പോലും നമ്മൾ അറിയുന്നത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. നമ്മൾ അവരെ ഒന്നും ചീത്ത വിളിക്കുകയോ ഒന്നും ബഹളം വെക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ കേസ് ആ രീതിയില് സോളമന്റെ വൈഫിനെ ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല. ഇവരും ഞങ്ങൾക്കെതിരെ പരാതി കൊണ്ടുപോയി പറയാം. അതായത് കാണാത്തവരുടെ പേരിൽ പോയി പരാതി പറയുക. കൊല്ലം കേന്ദ്രീകരിച്ച് വിസ തട്ടിപ്പ്. ഏകദേശം 4 കോടിയിലേറെ രൂപ ഉദ്യോഗാർത്ഥികളിൽ നിന്നും പിരിച്ചെടുത്തതായി പരാതി. നഗരത്തിലുള്ള ബിഷപ്പ് ജെറോം നഗറിൽ 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന സംതൃപ്തി റിക്രൂട്ട്മെന്റ് സ്ഥാപനത്തിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. കൊല്ലം കടവൂർ സ്വദേശി സോളമന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ 2 വർഷം മുമ്പാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി ആളുകളിൽ നിന്നും പണം വാങ്ങിയത്. സോഷ്യൽ മീഡിയ വഴി 4 ലക്ഷം രൂപയ്ക്ക് ഇറ്റലിയിൽ ഉയർന്ന ശമ്പളത്തോടുകൂടി ജോലി എന്ന പരസ്യം കണ്ടിട്ടാണ് പലരും ഇവരെ ബന്ധപ്പെടുന്നത്. വളരെ വേഗം വിശ്വാസ്യത പിടിച്ചുപറ്റിയ സ്ഥാപനത്തിലേക്ക് വിസ ആവശ്യമുള്ളവർ പണം നൽകുകയായിരുന്നു. ആദ്യം 1 ലക്ഷം രൂപയും പിന്നീട് 3 ലക്ഷം രൂപയും നൽകി. പലരും വിദേശത്തും സ്വദേശത്തുമടക്കം നല്ല ജോലി ചെയ്തു വന്നവരാണ്. എന്നാൽ ഈ പരസ്യം കണ്ട് ജോലി രാജിവെച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുവാൻ ഇവിടെ എത്തിയതാണിവർ. മക്കൾക്ക് വേണ്ടി പണം മുടക്കിയവരും വീട് പണയപ്പെടുത്തിയവരും കടങ്ങൾ വാങ്ങിക്കൂട്ടിയവരുമടക്കം നിരവധി ആളുകളാണ് ഇവരെ വിശ്വസിച്ച് പണം നൽകിയത്. നമ്മളെ അടിക്കാനായിട്ട് അവിടെ ആളെ നിർത്തിയേക്കുക. അവിടെ പൈസയ്ക്ക് വേണ്ടി ചെല്ലുന്നവരെ അടിക്കാൻ വേണ്ടി ഗുണ്ടകളെന്ന് പറഞ്ഞാൽ ഒരു 10-25 വയസ്സുള്ള നല്ല ആരോഗ്യമുള്ള 2 ആൺപിള്ളേരെ അവിടെ നിർത്തിയേക്കുക. അവന്മാര് പറയുന്ന ഭാഷ കേട്ടാൽ നമുക്ക് തന്നെ നാണക്കേട് വരും. ആ രീതിയിലുള്ള ഭാഷ അവന്മാര് പറയുന്നത്. കേസ് കൊടുത്തത് ഞങ്ങൾ ഓൺലൈൻ വഴിയാണ് കേസ് ഫയൽ ചെയ്തത്. പിന്നെ ഞങ്ങൾക്കെതിരെ ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്തേക്കുവാണ്. ഹൈക്കോടതിയിൽ നമ്മൾ അവരെ വീട്ടിൽ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് റിട്ട്. നമ്മൾ എല്ലാവരും ചെന്ന കണക്ക് നമ്മൾ ഈ 64 പേര് ചെന്നതിൽ നമ്മുടെ കരച്ചില്, ഞാൻ സത്യത്തിൽ അന്നൊന്നും ഇങ്ങനെ സംസാരിച്ചില്ല. ഞാൻ നിന്ന് കരഞ്ഞത്. കാര്യം ഇത്രയും പൈസയ്ക്ക് ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഒരു അവസ്ഥ ഓർത്തിട്ട് ഞാൻ അവിടെ നിന്ന് കരഞ്ഞത്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക്, അതായത് ആദ്യം നമ്മൾക്ക് പറഞ്ഞു 10 ദിവസത്തിനുള്ളിൽ ഈ പൈസ തരാനായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കാൻ, എനിക്ക് അത് എങ്ങനെ സംഘടിപ്പിക്കാമെന്നതിനെ കുറിച്ച് ആലോചിക്കാൻ ഒരു സമയം തരണം, 10 ദിവസം ഒന്ന്. ഈ 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പേരിൽ കേസ് വരുക. അവരെ വീട്ടിൽ ചെന്ന് നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയെന്നും പറഞ്ഞിട്ട് അവരെ നമ്മൾ ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ അവരെ വൈഫിനെ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല. സത്യത്തിൽ വനിതാ സെല്ലി വന്ന് കാണുമ്പോഴാണ് അതാണ് സോളമന്റെ വൈഫ് എന്ന് പോലും നമ്മൾ അറിയുന്നത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. നമ്മൾ അവരെ ഒന്നും ചീത്ത വിളിക്കുകയോ ഒന്നും ബഹളം വെക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ കേസ് ആ രീതിയിൽ നമ്മുടെ പേര് മാത്രമല്ല, വേറെ പലരെ, ഞങ്ങൾ 4, ജോഷി, പിന്നെ ജിൻസൺ, ആഗ്നല്, എവിൻ, 4 പേരുടെ പേരിലാണ് ഹൈക്കോടതിയിൽ നിന്ന് റിട്ട് വന്നേക്കുന്നത്. അതിനിപ്പോ നമ്മൾ വക്കീലിനെ കണ്ട് 25,000 രൂപ വക്കീൽ ഫീസും കാര്യങ്ങളുമായിട്ട് നമ്മൾ ഇപ്പൊ പൈസ ഇറക്കിക്കൊണ്ടിരിക്കുക. കേസ് ഈ 2-ാം തീയതി ഇന്നലെ ആയിരുന്നു വെച്ചിരുന്നത്. അതിപ്പോ വീണ്ടും മാറ്റി 16-ാം തീയതിക്ക് മാറ്റിയേക്കുന്നത് ഹൈക്കോർട്ടിലെ കേസ്. നമ്മുടെ കയ്യിലെ കാശും കൊടുത്ത് പലിശയും കൊടുക്കുന്നത് നമ്മൾ, എന്നിട്ട് ഇപ്പൊ കേസിന് നമ്മൾ പോകുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ സത്യത്തിൽ. എൻ്റെ പേര് എൽസ, എൻ്റെ മോന്റെ പേര് ആഗ്നൽ. എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഞാൻ കൊടുത്തത്. കൂടുതൽ ഈ ഗ്രൂപ്പിൽ വന്നേക്കുന്നത് മൊത്തം ഇവർക്ക് ഒരു ധാരണയുണ്ട്. എല്ലാം ഇവർ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ആണ് ചോദിച്ചിരുന്നത്. അപ്പൊ 10ാം ക്ലാസ് വരുമ്പോഴത്തേക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത പിള്ളേരായിരിക്കും വരുന്നതെന്നുള്ള ഒരു ധാരണയിലാണ് ഇവര്. എല്ലാം ഒരു 22, 25, 30 വയസ്സിന് താപ്പോട്ട്, 30-ന് മേപ്പോട്ടുള്ളത് 1-2 പേരേ ഉള്ളൂ ഈ ഗ്രൂപ്പിനകത്ത്. ഈ 65 പേര് വന്നതിൽ ഒരു 20-25 വയസ്സിനകത്തുള്ള പിള്ളേരാണ് മൊത്തത്തില്. എന്ന് വെച്ചാല് അതിന് പ്രായമുള്ളവരില്ല. എല്ലാവരും അവരവരെ കുടുംബം രക്ഷപ്പെടുമെന്ന് വെച്ചിട്ടല്ലേ, മക്കള് പോയി പുറത്തു പോയി ജോലി ചെയ്ത് രക്ഷപ്പെടുമെന്ന് വെച്ചിട്ടാണ് ഇതിനകത്ത് വന്ന് തല വെച്ച് കൊടുത്തത്. ഇറ്റലിയിൽ പോകാനായിട്ട് 64 പേരുടെ കയ്യിൽ നിന്നാണ് ഇവർ പൈസ മേടിച്ചേക്കുന്നത്. ഇറ്റലി പോകാൻ അതിലിപ്പം ഈ 4 ലക്ഷം രൂപ വെച്ച് ആർക്കൊക്കെ ഇവർ പൈസ കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ അവരുടെ മെയിൻ ആയിട്ടുള്ള ആൾക്കാര്. കടവൂരിൽ നിന്ന് കുറെ പേരുണ്ടായിരുന്നു. പക്ഷെ ആർക്കൊക്കെ ഇവർ പൈസ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇപ്പൊ ഇവിടെ കുറച്ചു പേരെ വന്നിട്ടുള്ളു. ആർക്കൊക്കെ പൈസ കൊടുത്തതെന്ന് നമുക്ക് അറിയത്തില്ല. വന്നവരൊക്കെ ഉൾവലിഞ്ഞു, അവരവരെ പൈസ കിട്ടിയല്ലോ, അതുകൊണ്ട് ഉൾവലിഞ്ഞു. പക്ഷെ നമുക്ക് അങ്ങനെ പറ്റത്തില്ല. കാര്യം നമുക്ക് ഈ പൈസ കിട്ടിയേ പറ്റൂ. നമുക്കിന് പലിശ കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ ജോലി ചെയ്യുന്ന മൊത്തം നമ്മൾ പലിശ കൊടുക്കുക. കാര്യം 4 രൂപ പലിശ എന്ന് പറയുമ്പോൾ 3 ലക്ഷം രൂപയ്ക്ക് 12,000 രൂപ പലിശ കൊടുക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. പോലീസ് ക്ലിയറൻസ്, മെഡിക്കൽ എന്നിങ്ങനെയായി ധാരാളം പണം ചിലവായിട്ടുണ്ട്. എന്നാൽ പണം നൽകി മാസങ്ങളും വർഷങ്ങളും പിന്നിട്ടതോടെ തങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്ന് ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലായി. പലരും പണം തിരികെ ചോദിച്ചു. എന്നാൽ പണം നൽകാൻ ഇവർ വിസമ്മതിച്ചു. ഇതോടുകൂടി തട്ടിപ്പിനിരയായവർ നിരവധി പരാതികൾ ഇവർക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ നൽകി. പരാതികളുടെ അടിസ്ഥാനത്തിൽ
നിരവധി എഫ്ഐആറുകൾ പ്രതികൾക്കെതിരെ രേഖപ്പെടുത്തി. എന്നാൽ പ്രതികൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. പണം കൊടുത്തവർ പ്രതികളുടെ വീട്ടിലേക്കെത്തി. എന്നാൽ തങ്ങളുടെ വീട്ടിൽ അതിക്രമിച്ചു കയറുന്നു എന്ന് കാട്ടി പ്രതികൾ കോടതിയിൽ നിന്ന് പ്രത്യേക ഉത്തരവും വാങ്ങിച്ചു. ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വലയുകയാണ് പണം നൽകിയ രക്ഷകർത്താക്കളും ഉദ്യോഗാർത്ഥികളും. ഇവിടെ കാണുന്ന ഈ ഓഫീസ് വഴിയാണ് ഞങ്ങൾ എല്ലാവരും പറ്റിക്കപ്പെട്ടത്. അതായത് 100ഓളം യുവാക്കളും യുവതികളും ഈ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഓഫീസ് വഴി തന്നെ. അതിന്റെ മെയിൻ ഇൻചാർജ് എന്ന് പറയുമ്പോൾ ഈ സോളമൻ സെബാസ്റ്റ്യനും അവരുടെ മക്കളായ അരുൺ സോളമനും അഞ്ജലി സോളമനും പിന്നെ ഒരു ജസ്റ്റിൻ ജോണും ഇവരാണ് മെയിൻ റിക്രൂട്ടേഴ്സ്. അപ്പം ഇവരാണ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുക, നമ്മളെ ക്യാൻവാസ് ചെയ്ത് ഇതിലോട്ട് കൊണ്ടുവരികയും ചെയ്തത്. ഏകദേശം ഇപ്പൊ ഇത്ര ആൾക്കാരല്ല, പലരും ഈ ഓൾ ഓവർ കേരള ആയതുകൊണ്ട് പലർക്കും ഇന്ന് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. അവർക്ക് ഇതിന്റെ പുറകെ നടന്ന് അവരെ ജോലി പോലും അവർക്ക് നേരെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയില്ല. ദിനചര്യകളൊക്കെ എല്ലാം തകടം പറഞ്ഞുകൊണ്ടിരിക്കുക. കയറാത്ത ഓഫീസുകളില്ല, അല്ലെങ്കിൽ കൊടുക്കാത്ത കംപ്ലൈന്റുകളില്ല. ഇപ്പം എല്ലാവരുടെ ഫോണിൽ നോക്കിയാലും സാറേ ഈ തുണ ആപ്പ് ഉണ്ട്. ഇപ്പൊ തുണ ആപ്പ് വഴി കൊടുക്കുന്ന കംപ്ലൈന്റ് മൊത്തം ഓട്ടോമാറ്റിക്കലായിട്ട് ക്ലോസ് ചെയ്യുക. അവരെ നമ്മളെ വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മളോട് കാര്യം ചോദിക്കുകയോ ഒന്നും തിരക്കാതെ തന്നെ ഈ പറഞ്ഞ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയി പോകുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നമ്മൾ ഗവൺമെന്റും സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്നും സഹായം കിട്ടുന്നില്ല. പിന്നെ നമുക്ക് ഈ പറഞ്ഞ അവരെ വീട്ടിലും പോകാൻ പറ്റാത്ത അവസ്ഥ. എന്തുകൊണ്ടാണ് വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥ വെച്ചാൽ നമ്മൾ പൈസ ചോദിച്ച് വീട്ടിൽ പോയതുകൊണ്ട് ഇവര് ഇത്തിരി പണക്കാരാ, പൈസ ഉള്ളവർ. ഇവര് ഈ പറഞ്ഞ ഹൈക്കോർട്ടിലെ വക്കീലിനെ കണ്ടിട്ട് നമുക്കെതിരെ റിട്സ് ഫയൽ ചെയ്തിരിക്കുക. അതായത് വീട്ടിൽ ഞങ്ങൾ പോയിക്കൂടാന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ നിസ്സഹായരാണ്. പിന്നെ നമ്മളിവിടെ വരും, സ്വാഭാവികമായിട്ടും ഈ ഓഫീസിൽ വരാനേ വഴിയുള്ളൂ. അങ്ങനെ കൂടിയിരിക്കാൻ ഞങ്ങൾ ഇന്ന്. അപ്പം ഈ പറഞ്ഞ ഞങ്ങളുടെ ഇറ്റലിക്കാരുടെ കയ്യിൽ നിന്ന് 4 ലക്ഷവും ഫിൻലാൻഡുകാരുടെ കയ്യിൽ നിന്ന് 2 ലക്ഷം, ഏകദേശം ഒരു 3.5-4 കോടിയുടെ സ്കാം നടത്തിയിട്ടുണ്ട് ഇവരൊക്കെ ചേർന്നിട്ട് തന്നെ. അപ്പം ഈ പറഞ്ഞ കണക്ക് സ്കാം ഇവര് ചെയ്തിട്ടുണ്ട്. അപ്പൊ പലപ്പോഴും ഇവരെ ഇത്രയും നാൾ ഞങ്ങൾ കംപ്ലൈന്റ്, അതായത് ഇത്രയും നാളും ആയതിന്റെ പ്രശ്നം വെച്ചാൽ ഇവര് ഞങ്ങളെ കൊണ്ട് കംപ്ലൈന്റ് കൊടുപ്പിക്കുകയോ അല്ലെങ്കിൽ ലീഗലായിട്ട് മൂവ് ചെയ്യാൻ വിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവര് ഞങ്ങൾ സ്വാഭാവികമായിട്ടും അഞ്ചാലുമൂട് പോലീസ് സ്റ്റേഷനിൽ പരാതി പറഞ്ഞു. അവിടെ ഇവർ വരുമ്പോൾ ഞങ്ങൾ സെറ്റിൽ ആയിക്കോളാം, ഞങ്ങളെ ഇപ്പൊ ഒന്ന് ഉപദ്രവിക്കരുത്, നിങ്ങളെ പേഴ്സണലായിട്ട് സെറ്റിൽ ചെയ്തോളാം എന്ന് പറഞ്ഞു പോയ ആൾക്കാരാണ് പിന്നീട് നമ്മളെ നെഗ്ലക്ട് ചെയ്യുക ചെയ്തത്. നമ്മൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല, കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ വീട്ടിൽ പോയി പൈസ ചോദിച്ചതിന് ഇവര് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 4 പേർക്കെതിരെ വനിതാ സെല്ലിലും അതായത് വനിതാ സ്റ്റേഷനിലും കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് വനിതാ സെല്ലിൽ കംപ്ലൈന്റ് കൊടുത്തത്, വനിതാ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത് ഇയാളുടെ മരുമകള്. ഞങ്ങൾ വീട്ടിൽ ചെല്ലുന്ന സമയത്തിന്റെ എല്ലാ റെക്കോർഡിങ്സും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇവരാരും ഞങ്ങളെ കണ്ട് സംസാരിച്ചിട്ടില്ല, ഇവരുമായിട്ട് ഞങ്ങളും സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ ആകെ സംസാരിച്ചിട്ടുള്ളത് സോളമനും ഈ അരുണിനോട് മാത്രം. അപ്പം ഈ ഞങ്ങളെ നേരിട്ട് കാണാത്ത വ്യക്തികളാണ് ഞങ്ങൾക്കെതിരെ കള്ളപ്പരാതിയായിട്ട് മുമ്പോട്ട് പോയത്. സോളമന്റെ മരുമകൾ സെലസിനെ കണ്ടിട്ടില്ല എന്ന് ഞങ്ങൾക്കെതിരെ പരാതി വനിതാ സെല്ലിൽ കൊണ്ട് കൊടുത്തു. അതേപോലെ തന്നെ പ്രസന്ന സോളമന്റെ വൈഫിനെ ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല. ഇവരും ഞങ്ങൾക്കെതിരെ പരാതി കൊണ്ടു പറയാം. അതായത് കാണാത്തവരുടെ പേരിൽ പോയി പരാതി പറയുക. അപ്പൊ നമ്മൾ ഇപ്പോഴും അയാളെ സോളമൻ സാർ എന്ന് പറഞ്ഞിട്ട് അഭിസംബോധന ചെയ്യുന്നത്. അത്രയ്ക്കും നമ്മൾ റെസ്പെക്ട് ആയിട്ടാണ് നമ്മൾ പുള്ളിയെ കണ്ടിട്ടുള്ളത് തന്നെ. അപ്പൊ എന്നിട്ടാണ് ഈ ഒരു ചതി നമ്മളോട് ചെയ്തത്. ഈ പറഞ്ഞ കണക്ക് ഞങ്ങളുടെ ജോലി തന്നെ രാജിവെപ്പിച്ച് പലരും ഇക്കൂട്ടത്തിലുള്ള പലരും ദുബായിൽ നിൽക്കുമായിരുന്നു. അപ്പൊ ഈ ഒരു ജോലിക്ക് വേണ്ടി ഞങ്ങളെ കൊണ്ട് ജോലി രാജിവെപ്പിച്ചു. ഞാൻ തന്നെ മത്സ്യപ്പെട്ടി വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ 5 വർഷമായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. എന്റെ ജോലി ഞാൻ രാജിവെച്ചിട്ട് ഇപ്പം ജോലിയില്ലാതെ നിൽക്കുക. അപ്പം നമ്മൾ ഈ ഒരു ജോലിക്ക് വേണ്ടി തന്നെ നമ്മൾ ഒരുപാട് നഷ്ടങ്ങൾ, പൈസ കൊടുത്തത് ഉൾപ്പെടെ ഒരുപാട് നഷ്ടങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ട അവസ്ഥയാണ്. നമുക്ക് ഒരു നീതിയും കിട്ടുന്നില്ല, ഒരു ന്യായവും നമുക്ക് ലഭിക്കുന്നില്ല എന്ന് കാണുകയാണ് നിങ്ങളുടെ സഹായം ഞങ്ങളിപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചത്. പുള്ളിയും റിക്രൂട്ടറാണ്. 2 റിക്രൂട്ടേഴ്സാണ്. ഒന്ന് സോളമൻ സെബാസ്റ്റ്യനും ജസ്റ്റിൻ ജോണും. അപ്പം ജസ്റ്റിൻ ജോണും ഞങ്ങളുടെ കൂടെ സഹകരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് അതും അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ സാറേ, നമ്മുടെ ആവശ്യങ്ങൾ നടക്കണ്ടേ. അപ്പം പരാതി പല സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഛത്തീസ്ഗഡിൽ ഉള്ള ആൾക്കാർ വരെ ഉണ്ട്. അവർക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് അത്ര ആൾക്കാർ ഇല്ലാത്തത്. ഛത്തീസ്ഗഡ്, ചെന്നൈ, കന്യാകുമാരിയിൽ നിന്ന് 3 പിള്ളേരുണ്ട്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയാണ്. അതുപോലെ തന്നെ ഓൾ ഓവർ കേരള, എറണാകുളം ഉണ്ട്, തിരുവനന്തപുരം ഉണ്ട്. തിരുവനന്തപുരത്തുള്ള ആൾക്കാരൊക്കെ വന്നു പോയിക്കൊണ്ടിരിക്കുക. എറണാകുളത്തിലെ ആൾക്കാർ ഓരോ സമയവും വന്നു പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം തന്നെ 2ാമത്തെ വട്ടം എറണാകുളത്തിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്ന് ആൾക്കാർ വന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ പുറകെ നമ്മൾ നടന്ന് ബുദ്ധിമുട്ടുക, ധാരാളം ബുദ്ധിമുട്ടും മാനസികമായിട്ട് വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ ഈ പറഞ്ഞ ഈ ഒരു കേരളത്തിലാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ നമുക്കൊരു ന്യായം കിട്ടുന്നില്ല എന്ന് അറിയുമ്പോൾ വളരെയധികം സങ്കടം ഉണ്ടാവുന്നത്. അപ്പൊ ഞങ്ങളുടെ ഫ്യൂച്ചർ തന്നെ ഇപ്പം ഇല്ലാതായിരിക്കുക. ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇനി എന്താണ് അങ്ങോട്ടൊന്ന് ഞങ്ങൾക്ക് ഒരു ചോദ്യചിഹ്നമാണ് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമുക്ക് ഞങ്ങളെല്ലാവരും ഹെൽപ്ലെസ്സാ. പലരും പറഞ്ഞ കണക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു നിൽക്കുക. FIR ഇട്ടിട്ടുണ്ട് സാർ. FIR ഇട്ടിട്ടും ഈ പറഞ്ഞ പ്രതികൾ വിലസി നടന്നുകൊണ്ടിരിക്കുക. 2 കൂട്ടരുടെ പേരിൽ FIR ഉണ്ട്. അപ്പം 2 കൂട്ടരുടെ പേരിൽ FIR ഉണ്ട്. അതിന്റെ കോപ്പികൾ ഇതിന്റെ ഫുൾ റെക്കോർഡിങ്സ്, അതായത് ഒരു 8 GB യോളം
GB പെൻഡ്രൈവ് തന്നെ ഉണ്ട് സാർ. അത് വോയിസും ഈ പറഞ്ഞ കണക്ക് ഡോക്യുമെന്റ്സ്, ഇവർക്കെതിരായിട്ടുള്ള ഡോക്യുമെന്റ്സും വീഡിയോ റെക്കോർഡിങ്സും PDF ഫയലുകളും ഒരുപാടുണ്ട് സാറേ. എന്നിട്ടും നമുക്കൊരു ഹെൽപ്പ് ഏതൊരു ഭാഗത്തു നിന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പം ഈ പുതിയൊരു ഗവൺമെന്റ് നമുക്കത് അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഹെൽപ്പ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഒരു ഹെൽപ്പ് വാങ്ങി തരിക. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ ചേർന്ന് ഇവരുടെ അടഞ്ഞുകിടക്കുന്ന ഓഫീസിന് മുന്നിലെത്തി പ്രതിഷേധിച്ചു. പണം നൽകിയവർ ഇനി എങ്ങനെ പണം തിരികെ കിട്ടുമെന്ന ആശങ്കയിലാണ്.